ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ മുതൽ വ്ളോഗ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഡെയിലി വ്ളോഗ്സൊക്കെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ വ്ളോഗാണ്, സെക്കൻഡ് ഡേ. അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സൺഡേ പൊതുവെ ഫ്രീ ആയിട്ടുള്ള ദിവസമായിരിക്കും, പക്ഷേ ഇന്ന് നല്ല തിരക്കായിരുന്നു. രാവിലെ ദോശയും മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കിയത്. തിരക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ അലുവിന് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയി. മക്കൾക്ക് എന്തെങ്കിലും വയ്യായിക വരിക പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബേജാറാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ദിനം കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. രാവിലെ എങ്ങനെയൊക്കെയോ വേഗം തന്നെ മാറ്റി നമ്മൾ റെഡിയായി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ഫുൾ ആളുകൾക്കും പനി, വോമിറ്റിങ് ഇതന്നെയാണ്, വൈറൽ ഫീവറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മാസ്കൊക്കെ ഇട്ടിട്ട് നല്ല സെക്യൂർ ആയിട്ടാണ് ഇരുന്നത്. ഇന്ന് നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച ഒരു ദിവസമായിരുന്നു. പക്ഷേ ഇതാ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഈ ആഴ്ച ഫുള്ള് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല മഴയും പെയ്തു. അന്നും മാലും ഇന്ന് ഉറങ്ങിയതേ ഇല്ല, രണ്ടുപേരും എണീച്ചിരിക്കുമായിരുന്നു. ഇന്ന് ഫുള്ളൊരു തിരക്കുള്ള ദിവസമായിരുന്നു. രാവിലെ മുതൽ ഓട്ടമായിരുന്നു. ആലുവിന് പിന്നെയും വയറുവേദനയായി. അപ്പം നമ്മൾ അവിടെ അമ്പലവയലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ റിപ്പോർട്ട്സൊക്കെ കാണിച്ചു. ഇപ്പോൾ പെയിനൊക്കെ കുറവുണ്ട്. പിന്നെ നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അമ്മച്ചി നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഉറങ്ങി എണീച്ചതാ വൈകുന്നേരമായിട്ടുണ്ട്. ഇനി വൈകുന്നേരം എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞങ്ങൾ മൂന്നുപേരും ചായയൊക്കെ കുടിച്ചു. ഇങ്ങനെ കളിക്കുകയാണ്. ഇനി ആലുവിനെ പഠിപ്പിക്കണം, കളിക്കണം. നാളെ മുതൽ ആലുവിനെ സ്കൂളിലേക്ക് വിടണം. ഞാൻ ഈ അടുത്ത് കുറച്ച് ക്രോഷ്യ യാൺസ് വാങ്ങിയിട്ടുണ്ട്. സാധാ യാണേ ഇവിടെ കിട്ടുള്ളൂ. കാരണം നമ്മുടെ ഈ വയനാട്ടിൽ കുറേ ഐറ്റംസ് ഒന്നും അവൈലബിൾ അല്ല. നമുക്ക് ഒരുപാട് നമ്മൾ സെലക്റ്റീവായിട്ട് എടുക്കാനൊന്നും കുറേ ഷോപ്സ് അങ്ങനത്തെ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു തൃപ്തിയുള്ളൊരു കളറ് എടുത്തു. ഞാൻ നല്ല പേസ്റ്റൽ കളറൊക്കെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അത് കിട്ടിയില്ല. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഹോബീസ് ഉണ്ട്. അത് ഓരോന്ന് ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ യൂട്യൂബെല്ലാം നോക്കിയിട്ട് ഇതുപോലെ ക്രോഷ്യൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരുപാട് 4 വർഷമൊക്കെ ആയി ചെയ്തിട്ട്. 4 ചെറുതാകുമ്പോൾ അവൾക്ക് ഷൂ ഒക്കെ ചെയ്തിരുന്നു. അപ്പം ഞാൻ അതൊന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചു. അന്നുമ്മ ദാ നിലത്തിരുന്നിട്ട് പെരും കളിയാണ്. അതിൻ്റെ ഒച്ചപ്പാടാണ് താഴെ കേൾക്കുന്നത്. ആലു എൻ്റെ നൂലൊക്കെ ഫുള്ള് ഇതുപോലെ അഴിച്ചെടുത്തിട്ടുണ്ട്. അതോളം കൊണ്ട് തന്നെ ചുറ്റിക്കും. എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്ന് ചെയ്യാനിങ്ങനെ തോന്നും. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, അതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടമാണ്, വാട്സ് ചെയ്യാൻ, ആരി വർക്കൊക്കെ ഇല്ല അതുപോലെ ചെയ്യുന്ന. ഇതൊന്നും പഠിച്ചിട്ടില്ല, എല്ലാം ഞാൻ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പം ഞാൻ ക്രോഷ്യ ത്രെഡ് വെച്ചിട്ട് ഞാൻ ഒരു ഡോളിനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതൊന്നും പെട്ടെന്ന് തീരുന്ന വർക്കല്ല. അനുവിനും ആലുവിനും പാപ്പ വന്നു കഴിഞ്ഞാൽ പാപ്പാനേ പറ്റുള്ളൂ. പാപ്പ വന്നപ്പോൾ ആലുവിൻ്റെ കണ്ണടയൊക്കെ ഇട്ടിട്ട് ഓൾ ഷോ കാണിക്കുകയാണ്. ഓൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രാത്രി ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കി നമ്മൾ അതൊക്കെ കഴിച്ചു. അനുവിനെ ഞാനിതാ ഇതുപോലെ ഇരുത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഞങ്ങളെല്ലാവരും ടേബിളിലിരുന്ന് കഴിക്കും. അവളെ ഈ ചെയറിലിരുത്തും. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന എന്താണോ അതിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കും. അവൾ തന്നെ കഴിച്ചോളും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കാണാം. ബൈ ബൈ.